തിങ്കളും ബുധനും പച്ച മത്സ്യമുണ്ട്. ശനിയാഴ്ച ആട്ടിറച്ചി 100 ഗ്രാമിന്റെ ആട്ടിറച്ചി കൊടുക്കും. തിങ്കളും ബുധനും 140 ഗ്രാമിന്റെ പച്ച മത്സ്യം. ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് സാർ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 250 ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും. അരിയുടെ ചോറാണ്. വൈകുന്നേരം 200 ഗ്രാം അരിയുടെ ചോറ്. അപ്പൊ അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. അത്രയും കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മള് ഒരു കാക്കിലോ നമ്മൾ പറയുന്നില്ല, അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് വെന്ത് വരുമ്പോൾ കൂടുതൽ. രാവിലെ 200 ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക. ഇപ്പൊ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ, അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും. തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും. ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ചപ്പാത്തിയും ഉപ്പുമാവും. ഞായറാഴ്ച മാത്രം. പ്രേക്ഷകരെ കൊതിപ്പിക്കൂല്ലോ ഇത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തോളം. ജയിൽ പുള്ളികൾക്ക്, അതായത് ജയിൽ തടവുകാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മെനുകളാണ് നമ്മളിപ്പോ കേട്ടത്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തിയുമായിട്ടുള്ള അഭിമുഖം. ആ പറയുന്ന വ്യക്തി ഒരുപക്ഷെ ജയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാകാം. ഒരു തടവുകാരന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മെനു, അതായത് രാവിലത്തെ ഇങ്ങനെയാണ്, ഉച്ചക്ക് ഇങ്ങനെയാണ്, വൈകിട്ട് ഇങ്ങനെയാണ്, രാത്രി ഈ രീതിയിലുള്ള ഭക്ഷണമാണ്, ആഴ്ചയിൽ 2 ദിവസം ഈ രീതിയിലുള്ള ഭക്ഷണമാണ് എന്നൊക്കെ. കൊലപാതകം ചെയ്തവർക്കും അതുപോലെ തന്നെ നാട്ടിൽ അതിക്രമം ചെയ്തവർക്കും ഗുണ്ടകൾക്കും അങ്ങനെ എല്ലാവിധ കമ്മാടികളായി ജീവിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മെനു. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തെ ഏറെ നെട്ടിച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നല്ലോ ചെന്താമരയുടെ നെന്മാറയിൽ നടന്ന കൂട്ടക്കൊല. ആ സംഭവത്തിന്റെ പ്രതി കോടതിയിൽ പറഞ്ഞത് എന്നെ 100 വർഷം വരെ നിങ്ങൾ തടവിൽ പാർപ്പിക്കണമെന്നാണ്. അദ്ദേഹം 5 വർഷങ്ങൾക്ക് മുമ്പ് സുജാത എന്ന വ്യക്തിയെ കൊലപ്പെടുത്തി ജയിലിലേക്ക് പോയി 4 വർഷത്തിന് ശേഷമാണ് പരോളിലേക്ക് പുറത്തിറങ്ങുന്നത്, ജാമ്യ വ്യവസ്ഥയിലേക്ക് പുറത്തിറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വീണ്ടും 2 കൊലപാതകം ചെയ്തിട്ട് ജയിലിലേക്ക് പോകുന്നത്. എന്നിട്ട് ഈ കോടതിയിൽ വെച്ചിട്ട് ഈ ചെന്താമര എന്ന കൊടു ക്രിമിനൽ പറയുന്നത് എന്നെ പുറത്തു വിടാതെ 100 വർഷമെങ്കിലും എന്നെ തടവിന് ശിക്ഷിക്കണം എന്നാണ്. ഇതുകൊണ്ടായിരിക്കുമല്ലോ 4 നേരം അധ്വാനിക്കാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഷാപ്പാട്, ഏതെല്ലാം രീതിയിലുള്ള ഷാപ്പാട്, സ്വന്തം വീടുകളിൽ പോലും, അതായത് രാവ് മുതൽ വെവിട്ട് വേറെ കഠിനാധ്വാനം ചെയ്ത വ്യക്തികൾക്ക് സ്വന്തം വീടുകളിൽ പോലും ഇങ്ങനെയുള്ള ഒരു മെനു ഭക്ഷണ രീതി കഴിക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ക്രിമിനലുകളും കൊലപാതകങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നത്. അതായത് ഒരിക്കൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തികൾക്ക് വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള പ്രേരണ ഇത്തരമുള്ള സുഖം കൊണ്ടാണ്. 5 സ്റ്റാർ ജീവിതമാണല്ലോ. നമ്മളിപ്പോ ആ വീഡിയോ കാണുമ്പോ, ആ വീഡിയോയിൽ കേട്ട കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മളൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഒരു ജയിൽ പുള്ളി, അതായത് കൊലപാതകം ചെയ്ത പ്രതികൾക്ക് പോലും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മെനുവാണിത്. എവിടെ നമ്മുടെ ഈ നാട്ടിൽ ക്രിമിനലുകളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഒക്കെ ഇല്ലാതിരിക്കും? മുമ്പൊക്കെ ജയിലിലെ ജീവിതം എന്ന് വെച്ചാൽ അതിനാരകമായിട്ടുള്ള ജീവിതമാണ്. ഇപ്പൊ ചില മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ രംഗം പ്രവേശനം ചെയ്ത ശേഷമാണ് ഇങ്ങനെയുള്ള ഭക്ഷണ മെനുവിലൊക്കെ ഉണ്ടായതെന്നാണ്. ആഴ്ചയിൽ മാംസം കൊടുക്കാം, ബിരിയാണി കൊടുക്കണം, നെയ്ച്ചോറ് കൊടുക്കാം, മുട്ട കൊടുക്കണം, പാല് കൊടുക്കണം. അതായത് വളരെ ഇപ്പൊ ഗോവിന്ദചാമിയെ പോലുള്ള വ്യക്തിയൊക്കെ ജയിലിൽ കിടക്കുമ്പോ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോടതിയിലേക്ക് ഹാജരാക്കി കൊണ്ടുപോകുന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര സുഖകരമായിട്ടുള്ള ഒരു ജീവിതം എവിടെ കിട്ടും ജയിലല്ലാതെ? മുമ്പൊക്കെ ഗോതമ്പ് ഉണ്ടയായിരുന്നു ജയിലെ ഭക്ഷണ രീതി. അതായത് ഇപ്പൊ മുമ്പ് പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ജയിലിലേക്ക് പോകുന്ന ഗോതമ്പ് ഉണ്ട തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള രീതി. അങ്ങനെയുള്ള ഒരു രീതി, അങ്ങനെയുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു ശിക്ഷാ രീതിയിലായിരുന്നു മുമ്പൊക്കെ ജയിൽ ജീവിതം. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് 5 സ്റ്റാർ ജീവിതമാണ്. ഇത്ര രീതിയിലുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പോഷകാഹാരമായുള്ള ഒരു വ്യക്തി, ഒരു മനുഷ്യനിക്ക് ഏറ്റവും സുഖകരമാകുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് ഇപ്പൊ ജയിലിൽ നിന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ചെന്താമരയെ പോലുള്ള കൊടു ക്രിമിനൽ ഒരു കുറ്റം ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം വീണ്ടും കുറ്റം ചെയ്യാൻ പ്രേരണ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കുറ്റവാളികളെ പിടിച്ച് മാധ്യമങ്ങളിൽ കൂടി ആ കുറ്റവാളികളുടെ വാർത്തകൾ കൂടി കേൾക്കുമ്പോൾ ആ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, പ്രതി ഇന്ന രീതിയിലുള്ള ജയിൽ ശിക്ഷ മുമ്പ് അനുഭവിച്ചിട്ടുള്ള പ്രതിയാണ്,
ഇത്ര കേസിലുള്ള പ്രതിയാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, ഈ വാർത്തയിൽ കൂടി കേൾക്കുന്ന കാര്യമാണ്. അതായത് കൊലപാതകമോ പീഡനമോ അല്ലെങ്കിൽ പോക്സോ കേസിലൊക്കെ പ്രതിയായിട്ടുള്ളവരുടെ മുൻകാല ചരിത്രങ്ങൾ പലപ്പോഴും നമ്മൾ വാർത്തയിൽ കൂടി കേൾക്കുന്നതാണ്. അപ്പോൾ ഇവർക്കറിയാം ജയിൽ ജീവിതം ഇങ്ങനെയുള്ള സുഖകരമായിട്ടുള്ള ജീവിതമാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. ജയിലിൽ കിടക്കുന്ന പ്രതികളൊക്കെ കുറ്റം ചെയ്തവരാണ് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. അതിൽ നിരപരാധികളായ എത്ര പേരുണ്ടായിരിക്കും. ചെന്താമരെ പോലുള്ളവരെ സ്വയം കുറ്റം ഏറ്റുപറഞ്ഞ് കൊലപാതകം ചെയ്തിട്ടും അതുപോലെ തന്നെ പീഡനം നടത്തിയിട്ടും പോക്സോ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചിട്ടും ഒക്കെ ജയിലിലേക്ക് പോയി എത്ര പേരുണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണ മെനുവാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ജയിൽ നിറഞ്ഞ്, അതായത് നാട്ടിൽ ക്രിമിനലുകൾ വളർന്ന് ജയിൽ നിറഞ്ഞു കവിയുന്ന ഒരു രീതിയിലേക്കാണ് ഉണ്ടാകാൻ പോകുന്നത്.